ഹായ് ഫ്രണ്ട്സ്, നോയം സമയത്തും രണ്ടാം ഭാഗത്തിൻ്റെ 340ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എപ്പിസോഡിൻ്റെ അടുക്കത്ത് തന്നെ ഭരത എഴുന്നാണ് കാണിക്കുന്നത്. അത് കണ്ടുകൊണ്ട് സോജ ആകെ ടെൻഷനോട് കൂടി ഭരതനോട് ചോദിക്കും, അല്ല എന്തായി, പോയ കാര്യം എന്തായി, അവരെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഭരത് പറയും, അതെ ഞാൻ അവരെ കണ്ടു, പക്ഷേ അവരെ ഞാൻ ഇങ്ങോട്ട് ഒരുപാട് വിളിച്ചു, എങ്കിലും അവരെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എൻ്റെ കണ്ണൂരിൽ തന്നെ അവർ ആ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് നോക്കി നിന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു മൂത്ത മകൻ എന്ന നിലയിൽ എനിക്ക് ഒരു കർത്തവ്യവും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ അനിയനും അമ്മയും പോകുന്നത് നോക്കി കയ്യും കെട്ടി മിണ്ടാതിരിക്കുക എന്നുള്ളത് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും സോജയുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സോജ അമ്മ പറയും, മോനെ ഇപ്പം നീയും കൂടി ഇങ്ങനെ ദുർബലനായിരുന്നാ എന്ത് ചെയ്യാനാ, നിന്റെ കയ്യിൽ ഇത്രയും സമ്പത്തും പണമൊക്കെ ഇല്ലേ, നീ ഇവിടെ ഇങ്ങനെ വിഷമിച്ച് ഇതും പറഞ്ഞോട് നിന്നാ കാക്കകളെ പോലെ കഴുകന്മാരെല്ലാം വന്ന് നിങ്ങളുടെ നിരഞ്ജൻ ചേട്ടൻ്റെ എല്ലാ പ്രോപ്പർട്ടി അടിച്ചു മാറ്റിക്കൊണ്ടോ. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നീ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ നോക്കി നടത്തേണ്ടി വരും. ഈ വീടിനൊരു തകർച്ച പറ്റിയെന്ന് വിചാരിച്ച് ആരും ഇത് മുതലെടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയും. അപ്പൊ സോജ പറയും, അമ്മ എന്തൊക്കെയാ പറയുന്നത്. അപ്പോഴാണെങ്കിൽ ഭരതൻ ദേഷ്യം വന്നവിടെ എണീച്ച് പറയും, നിങ്ങൾക്ക് അല്പം പോലും നാണം തോന്നുന്നില്ലേ, എൻ്റെ അനിയുടെ അമ്മയെല്ലാം ഈ വീട് വിട്ട് പുറത്തു പോയിരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് സ്വത്തിൻ്റെ സമ്പത്തിൻ്റെ പ്രോപ്പർട്ടിൻ്റെ കാര്യം അത്രയാണോ പറയാനുള്ളത്. റോജ, നീ നാളെ രാവിലെ തന്നെ ഇവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഞാൻ തന്നെ ഇവരെ കൊണ്ടുകിട്ടോളാം. അപ്പം അമ്മ പറയും, ഓഹ് എൻ്റെ ദൈവമേ എന്താ ഈ പറയുന്നത്, ഞാൻ പറയുന്നത് മനസ്സിലാക്കുക ആദ്യം. അവർ പോയാലും എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, പക്ഷെ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പം ഭരത് പറയും, എനിക്ക് ആരുടെയും വാക്ക് എടുക്കേണ്ട ആവശ്യമില്ല, എൻ്റെ നന്മ ചിന്മകൾ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഭരത് അവിടുന്ന് പോകും. അപ്പോൾ സോജ അമ്മയോട് പറയും, അവർ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, ഇവിടെ അല്ലെങ്കിൽ 100 പ്രശ്നങ്ങളുണ്ട്, അതിനിടയിൽ എനിക്ക് നിങ്ങൾ പ്രശ്നം കൂടി കേട്ട് നിൽക്കാൻ വയ്യ, നിങ്ങൾ നാളെ രാവിലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയിക്കോന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് അശോകിനെ ആശയ അമ്മയാണ്. അവർ 3 പേരും ഒരു ധർമ്മശാലയുടെ മുന്നിൽ നിന്ന് നിൽക്കുകയായിരിക്കും. അപ്പോൾ അശോക് പറയും, നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ അവിടെ പോയി സംസാരിച്ച് റൂം സെറ്റാക്കാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അശോക് ഉള്ളിലേക്ക് കയറി പോകും. അങ്ങനെ അവിടെ ഉള്ള ഒരാളെന്നെ വിളിക്കുമ്പോൾ അയാളെന്നെ വന്നിട്ട്, ആ സാർ എന്താ പറയും, എന്താ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ അശോകിനെ പറയാൻ നിൽക്കുമ്പോൾ അയാൾ പറയും, അതിനു മുൻപ് ഞങ്ങൾക്ക് സാറിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട്, സാറ് കാരണം ഇവിടെ ഒരുപാടധികം ആൾക്കാർക്ക് അഭയം കിട്ടിയിട്ടുണ്ട്, ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇവിടെ ഒരുപാട് റൂമുകളും ബെഡുകളൊക്കെ കൊണ്ടുവന്ന് ഇടാവുന്നതാണ്, ഒരുപാട് പേർക്ക് നിങ്ങളും നിങ്ങളുടെ അച്ഛനും കാരണം ഉപകാരങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഇനി നിങ്ങളുടെ ഒരുപാട് സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പം മാനേജറിനെ വിളിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ പോവുമായിരിക്കും. അപ്പോഴാണെങ്കിൽ അശോകിനെ ആകെ ഒരുമാതിരി അവതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ അശോക് അവിടുന്ന് ഒന്നും മിണ്ടാതെ അവിടൊന്നും പറയാതെ അവിടുന്ന് ഇറങ്ങി പോരുകയാണ്. അങ്ങനെ അശോക് പുറത്ത് വരുമ്പോൾ അവിടെ ആശയെ അമ്മയെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ അശോകിനെ കണ്ടുകൊണ്ട് തന്നെ ആശ ചോദിക്കും, എന്താ അശോക് കാര്യമൊക്കെ റെഡി ആയെന്ന് ചോദിക്കും. അപ്പൊ അശോക് പറയും, വേണ്ട നമുക്ക് ഇവിടുന്ന് പോവാം, എന്താന്ന് വെച്ചാൽ ഇവിടെയും എൻ്റെ പേരിന്റെ കൂടെ നിരഞ്ജൻ അഗ്നിഹോത്രിയുടെ പേരുണ്ട്, അതുകൊണ്ട് ഇവിടെ നമുക്ക് നിൽക്കണ്ട, നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയും. അങ്ങനെ അവിടെ നിന്നും പറ്റില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നടന്ന് പോവാണ്. അങ്ങനെ അവരിങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഞ്ജലി എന്തോ ആലോചിച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ അടിയിലിരിക്കുന്ന ഒരു മരക്കഷ്ണം കാണില്ല. അങ്ങനെ അതിന്റെ മേലറിയാതെ അഞ്ജലി ചവിട്ടുമ്പോൾ അഞ്ജലിയുടെ കാലാകെ മുറിയാവാണ്. അഞ്ജലിയുടെ കാലിൽ മുറിവ് കാണുമ്പോൾ അശോക് ആകെ ടെൻഷനാവാണ്. അവർ ഒരു വിധത്തിലൊക്കെ അഞ്ജലി അവിടെ ഇങ്ങനെ മെല്ലെ പിടിച്ചുകൊണ്ട് അവിടെ ഒരു സ്ഥലത്ത് ഇരുത്തുകയാണ്. അങ്ങനെ കാലിൽ നോക്കുമ്പോൾ ഒരുപാടധികം ബ്ലഡ് വരുന്നുണ്ടാവും. അപ്പം പറയും, അശോക് ഒരുപാട് ബ്ലഡ് വരുന്നുണ്ടല്ലോ, ഇനി എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിക്കും. അപ്പോഴാണെങ്കിൽ അശോക് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു മുഴങ്ങിയ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ആ ബ്ലഡെല്ലാം ഇങ്ങനെ കഴുകുകയാണ്. ആ ബ്ലഡൊക്കെ ഒരു വിധത്തിൽ ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ കളയാണ്. എന്നിട്ട് ആ മുറിവുള്ള ഭാഗത്ത് അശോകിന്റെ കാലിലിരിക്കുന്ന ഒരു ടവൽ എടുത്തിട്ട് അഞ്ജലിയുടെ കാലിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. അശോക് ആണെങ്കിൽ ഒരുപാട് കെയർ ചെയ്ത് ഇങ്ങനെ ആ ഒരു മുറിക്ക് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ആ ടവലോണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് ചോദിക്കും, അമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ, വേദനയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം അമ്മ പറയും, ഇല്ല മോനെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയാണ്. അപ്പൊ അശോക് പറയും, എന്നാ സാരമില്ല അമ്മ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോവാന്ന് പറയും. അങ്ങനെ അഞ്ജലി അവിടെ ഇരിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും വേറൊരു ചേച്ചി അവിടേക്ക് ഓടി വരികയാണ്. എന്നിട്ട് അഞ്ജലി അവിടെ നീപ്പിക്കുകയാണ്, ഇവിടെ എൻ്റെ സ്ഥലമാണ്, ഞാനാണ് ഇവിടെ കിടക്കാറുള്ളത്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ കിടക്കണം, എനിക്കിപ്പോൾ ഉറങ്ങാനുള്ള നേരമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിരുന്ന ആ ബോട്ടിലത്തെ വെള്ളമൊക്കെ തട്ടിക്കാവുന്ന ആ സ്ത്രീ അവിടെ ഇങ്ങനെ കിടക്കാൻ നിൽക്കുക. അപ്പം അഞ്ജലിയൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇതെല്ലാം നോക്കി നിൽക്കുക ഒരു 3 നേരം. അപ്പോഴാണ് പെട്ടെന്ന് നല്ല മഴ പെയ്യുന്നത്. അപ്പം നല്ല മഴ പെയ്യുമ്പോഴത്തേക്കും അഞ്ജലി ആശയ എല്ലാം കൂടി ഇങ്ങനെ അവർ വേഗം അശോകും അവർ 3 പേരും കൂടി അവിടുന്ന് വേഗം മാറി നിൽക്കുകയാണ്, മഴ കൊള്ളാതെ അതാ വിചാരിച്ചിട്ട്. അങ്ങനെ അവരൊരു സ്ഥലത്ത് കയറി നിൽക്കുകയായിരിക്കും. അപ്പോൾ ആശ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ കുറച്ച് പേപ്പറുകൾ ഇരിക്കുന്നത് കാണും. അങ്ങനെ ആശ വേഗം ആ പേപ്പറെല്ലാം കൂടി എടുത്തിട്ട് അവിടെ ഇങ്ങനെ വിരിക്കും. എന്നിട്ട് അശോകോട് പറയും, അശോക് അമ്മയും കൊണ്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ അശോക് കൂടി ആശയെ പേപ്പർ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെ പിന്നെ അവർ 3 പേരും അതിലിങ്ങനെ ഇരിക്കുകയാണ്. ആശയും അമ്മയാണെങ്കിൽ അശോകിന്റെ ഷോൾഡറിൽ ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്.
അശോകിനാണെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല. അശോക് ഓരോന്നിങ്ങനെ ആലോചിക്കുകയാണ്. നിരഞ്ജൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ അശോക് അഗ്നിഹോത്രി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുതലാളി നീ ആയത് നിന്റെ പേരിൽ എൻ്റെ പേര് കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ്. ആ അഗ്നിഹോത്രി എന്നുള്ള പേര് നിന്റെ ഉള്ളെങ്കിൽ പിന്നെ നിനക്കൊണ്ടൊന്നും പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞതൊക്കെ ഞാൻ ആലോചിക്കായിരിക്കും. അപ്പൊ ആശ പെട്ടെന്ന് ഇങ്ങനെ നീക്കും. അപ്പൊ അശോക് ചോദിക്കും, ആശ നീ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ? അപ്പൊ ആശ ഇല്ല എന്ന് പറയും. അപ്പൊ അശോക് പറയും, എനിക്ക് നിങ്ങളെ ഇങ്ങനെ കാണാൻ ഒരിക്കലും താല്പര്യമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. എനിക്ക് നല്ലൊരു ഭർത്താവാനും കഴിയുന്നില്ല, നല്ലൊരു മകനാവാനും കഴിയുന്നില്ല. എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും 2 നേരം തിന്നാനുള്ള ഫുഡ് പോലും സംഘടിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മര്യാദക്കുരടുത്ത് കിടക്കാൻ പോലുള്ള സംഗതി എനിക്ക് ഒപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ കൂടി വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാന്നല്ലാതെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയുന്നില്ലല്ലോ. അല്ല ആശ, നിനക്ക് അമ്മയ്ക്കും കൂടി കുറച്ച് ദിവസത്തിന് വേണ്ടി നിന്റെ വീട്ടിൽ താമസിച്ചൂടെ? ഞാൻ എങ്ങനെയൊക്കെ ഒരു ജോലി ഒപ്പിച്ച് പൈസ സമ്പാദിച്ച് ഞാൻ റെന്റിന് വീട് വാങ്ങാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അവിടെ തന്നെ നിൽക്കാം. ഐ പ്രോമിസ് ആശ. അതാകുമ്പോൾ പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവും. കുറെ പ്രശ്നങ്ങളൊക്കെ ശരിയായിക്കോളും. അപ്പൊ ആശ പറയും, അശോക് നിങ്ങൾ എന്നെ കുറിച്ച് ഇത്രയാണോ മനസ്സിലാക്കിയത്? നിങ്ങളെ ഇത്ര വലിയൊരു പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഞാൻ എങ്ങനെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നത്? ലോകത്തോട് മൊത്തം പോരാടേണ്ടി വന്നാലും എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയില്ലേ? അതോട് മിസ്റ്റർ ഭർത്തു, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സമയങ്ങളൊക്കെ വരുന്നത് നല്ലതാ. അതിലൂടെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റും. അതുമല്ല, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഏതൊരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ കഴിയും. നിങ്ങൾ കേട്ടിട്ടില്ലേ, എല്ലാ കാർമേഘത്തിന്റെ ഇടയിലൂടെയും സൂര്യൻ ഉദിച്ചു വരും. അതുപോലെ നമ്മളുടെ ജീവിതം ഒരു ദിവസം മാറും. അന്ന് എല്ലാം ശരിയാവും. നിങ്ങൾ നോക്കിക്കോ അശോക്, എന്തൊക്കെയായാലും ജയം നമ്മളുടേത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ അശോകിനെ മോട്ടിവേറ്റ് ചെയ്യാണ്. അങ്ങനെ പിന്നെ അവർ 3 പേരും അവിടെ കിടന്നുറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഗ്നിഹോത്രി വീട്ടിലേക്ക് ഒരു കാറ് വരുന്നതാണ്. അപ്പൊ അതിന്റെ സൗണ്ട് ആയിട്ട് തന്നെ നിരഞ്ജൻ ആകെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട്, എനിക്ക് അറിയായിരുന്നു അശോക് നീ വരുന്നത്, എനിക്ക് ഒരിക്കലും ഞാനില്ലാതെ ജീവിക്കാൻ കഴിയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഉത്സാഹത്തിൽ വാതിലൊക്കെ തുറന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ കാർ അശോകിനെ തന്നെ ആയിരിക്കും. പക്ഷെ അതിൽ ഒരു ഡ്രൈവർ ആയിരിക്കും ഉണ്ടാവുക. അയാൾ പറയും, സാർ ഇതാ സർവീസിന് കൊടുത്ത വണ്ടി തിരിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചാവി ഇങ്ങനെ കൊടുക്കും. അപ്പൊ നിരഞ്ജനാണെങ്കിൽ ആകെ ഇങ്ങനെ മൂടില്ലാത്ത പോലെ അങ്ങനെ കയറി ഇതിലേക്ക് പോകും. ഇപ്പോഴാണെങ്കിൽ സോജ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ സോജ പറയും, ആ കാറിന് മേലൊരു കവർ ഇട്ട് വെക്കാൻ പറയും. അങ്ങനെ സോജ നിൽക്കുമ്പോഴായിരിക്കും അമ്മ പറയുന്നത്, എന്താ നമ്മുടെ നിരഞ്ജൻ ചേട്ടൻ്റെ അവസ്ഥ വളരെ മോശമായി പോയല്ലേ ഇങ്ങനെ പറയും. അപ്പൊ സോജയാണെങ്കിൽ ഇവന് കണ്ണ് കെട്ടിങ്ങനെ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ പേടിച്ചു പോകും. അങ്ങനെ പിന്നെ സോജ വിഷമിച്ചുകൊണ്ട് അവിടെ കയറി ഉള്ളിലേക്ക് പോവുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് കിച്ചണിലാണ്. കിച്ചണിൽ ഇങ്ങനെ സീത ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ അമ്മ ഇങ്ങനെ, അതായത് സോജയുടെ അമ്മ ഇങ്ങനെ വലിയ അധികാരത്തിൽ ഇങ്ങനെ അങ്ങോട്ട് കയറി വന്നിട്ട് ജ്യൂസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ സീത ജ്യൂസ് എടുത്ത് കൊടുക്കുകയാണ്. ഇതാ ചേച്ചി എന്ന് പറഞ്ഞ് കൊടുക്കും. സോജയുടെ അമ്മയാണെങ്കിൽ നമ്മുടെ മിനി വേർഷൻ ഓഫ് അഞ്ജലി ആവാൻ നോക്കുകയാണ്. അതായത് നമ്മൾ അഞ്ജലി പണ്ട് പറഞ്ഞിരുന്ന പോലെ തന്നെ ഉരുളക്കിഴങ്ങിന്റെ കറി വേണം, പക്കോട വേണം, അത് വേണം, ഇതെന്നൊക്കെ പറഞ്ഞ് ഒരു ലിസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സീത ആണെങ്കിൽ ആ ശരി ചേച്ചി എന്ന് പറയുമ്പോൾ അവര് പറയും, എന്ത് ചേച്ചിയല്ല, ഇനി നീ എന്നെ കൊച്ചമ്മേന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. അതായത് മൊത്തം നമ്മുടെ ആ ഒരു അഞ്ജലി വൈബിലേക്ക് ഇങ്ങനെ വരികയാണ് നമ്മുടെ സോജയുടെ അമ്മ. അങ്ങനെ അവരത് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും സോജ അങ്ങോട്ട് വരുന്നത്. അപ്പൊ സോജ പറയുമ്പോൾ അതിന് ഉണ്ടാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അത് ഇതെന്നൊക്കെ പറഞ്ഞെടുക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ അമ്മ പറയും, വേണ്ട മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ പറഞ്ഞെടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൾ ഉണ്ടാക്കുമെന്ന് പറയാൻ. അപ്പൊ സോജയ്ക്കാണെങ്കിൽ എന്നാ ശരി, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതി, അമ്മ പറഞ്ഞ പോലെ ഉണ്ടാക്കിയാൽ മതിട്ടോ, അമ്മയ്ക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് സോജ പറയും, എന്തായാലും എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഈ ആശയം അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കിച്ചണിലേക്ക് വരാനാണ് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് സോജ ഇങ്ങനെ വിഷമിച്ചോണ്ട് ഉള്ളിലേക്ക് കയറിപ്പോവും. അമ്മയാണെങ്കിൽ ഭയങ്കര ഗോളടിച്ച പോലെ, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നത്, ഇനി നോക്കിക്കോ എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്ന്, ഈ വീടും ബിസിനസ്സും ഇതിൻ്റെയൊക്കെ മുതലാളിമാരും ഞാൻ ഇവർ തന്നെ ആക്കും, എൻ്റെ മോളെയും ഭരതിനെയും എനിക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഗോളടിച്ച ഫീൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അമ്മ. പിന്നീട് കാണിക്കുന്നത് ആഷിനെ അശോകിനെ അമ്മയാണ്. അവർ 3 പേരും ഇങ്ങനെ അവിടെ തന്നെ കിടന്ന് രാവിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവിടുത്തെ സൗണ്ട് എല്ലാം കേട്ടിട്ട് അമ്മ ഇങ്ങനെ എഴുന്നേക്കായിരിക്കും. അങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ അശോകും ആശ ഇങ്ങനെ കിടക്കുന്ന കാണും. അങ്ങനെ അവർ കിടക്കുന്നത് നോക്കി കുറച്ചു നേരം ഇങ്ങനെ നിന്നിട്ട് പിന്നെ അമ്മയാണെങ്കിൽ അശോകനെ ഇങ്ങനെ മെല്ലെ വിളിക്കും, അതുപോലെ തന്നെ ആശയും വിളിക്കും. അങ്ങനെ അവർ 2 പേരും ഇങ്ങനെ നീറ്റ് അശോക് ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. അപ്പൊ അശോക് ചോദിക്കും, അല്ല അമ്മ, അമ്മയ്ക്ക് ഫ്രഷ് ആവണ്ടേ? അപ്പൊ അഞ്ജലി പറയും, അത് മോനെ, അത് അവിടെ ഒരു പൈപ്പ് കാണുന്നുണ്ട്, നമുക്ക് അവിടെ പോയി കൈയും മുഖം കഴുകാന്ന് പറഞ്ഞിട്ട് അഞ്ജലി എഴുന്നേക്കാൻ നിൽക്കായിരിക്കും. അപ്പൊ അശോക് ചോദിക്കും, അല്ല അമ്മയുടെ മുറിവൊക്കെ എങ്ങനെയുണ്ട്, ഇപ്പൊ മാറിയോ എന്ന് ചോദിക്കും. അപ്പൊ അഞ്ജലി പറയും, ഇല്ല മോനെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ പിന്നെ അവരവിടെ എഴുന്നേറ്റ് മുഖവും കൈയും കഴുകാൻ വേണ്ടി പോവായിരിക്കും.
അങ്ങനെ അഞ്ജലി ഫ്രഷ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അശോക് ഇങ്ങനെ മുഖം കഴുകി ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അതിനുശേഷം അശോക് അഞ്ജലി അടുത്ത് പോകുമ്പോൾ അഞ്ജലി ആണെങ്കിൽ അശോകിൻ്റെ മുഖത്ത് ഇങ്ങനെ സാരി തുമ്പൊക്കെ വെച്ച് ഇങ്ങനെ തോത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആശയാണെങ്കിൽ അവിടെ ഇങ്ങനെ കൈയും മുഖം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ചെക്കന്മാർ വന്നിട്ട് ആശയെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നതൊന്നും കാണിക്കുന്നില്ല, അവരിങ്ങനെ ഓരോ അവരുടെ സംസാരിക്കുകയാണ്. അപ്പോൾ അശോക് ആണെങ്കിൽ ഇത് കാണുകയാണ്. അങ്ങനെ അശോകിന് ദേഷ്യം വരും. അങ്ങനെ അശോക് ആണെങ്കിൽ ആശയുടെ അടുത്ത് പോയി ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അശോക് പറയും, ഈ ചില ചെക്കന്മാർക്ക് എന്താണെന്ന് അറിയില്ല, എവിടെയെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ പിന്നെ അവരെ ഇങ്ങനെ തുളിച്ച് നോക്കിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്കൊരു മുഖം അടിച്ച് പൊളിക്കാനാണ് തോന്നുന്നത്. അമ്മയോട് നിൽക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അശോകിനെ പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പോഴാണെങ്കിൽ ആശ സാരിയൊക്കെ ശരിയാക്കിയിട്ടിട്ട് ആശ പറയും, വേണ്ട അശോക്, എന്തിനാണ് അത് നിങ്ങളുടെ കൈ കഴുകുന്നത്, അവർ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, നമ്മൾ അവരെ മൈൻഡ് ചെയ്യണ്ടെന്ന് പറയും. അപ്പോൾ അവന്മാരാണെങ്കിൽ അവിടുന്ന് ഇങ്ങനെ പേടിച്ച് വേഗം അവിടുന്ന് ഇങ്ങനെ പോകും. അങ്ങനെ പിന്നെ അവരെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നടക്കുകയായിരിക്കും. അപ്പോഴാണ് അശോക് ഇങ്ങനെ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാനിപ്പോൾ എങ്ങോട്ടാ പോവുക, എവിടുന്നാ ഇപ്പോൾ ഒരു ജോലി കിട്ടുക, എങ്ങനെ ഇപ്പോൾ പൈസ ഒന്നും സമ്പാദിക്കാന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ആശ പറയും, അശോക് റിലാക്സ്, അശോക് പേടിക്കണ്ട, ഞാൻ പറയാം അശോകിൻ്റെ കൂടെ ഇല്ലേ. അശോക് ആദ്യം എവിടുന്നെങ്കിലും ഒരു ജോലി ഒപ്പിക്കാൻ നോക്കണം, അതിന് എവിടെയെങ്കിലും ഒരു ജോബിന് പോകണമെന്ന് പറയും. അപ്പോൾ അശോക് ചോദിക്കും, അതിന് ജോലി എവിടുന്ന് കിട്ടാനാ, ഈ നഗരത്തിൽ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവർക്കും അശോക് നിരഞ്ജൻ അഗ്നിഹോത്രി നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഇനി അശോകിന് ആര് ജോലി തരാനാ. അപ്പം അഞ്ജലിയുടെ കയ്യിൽ അഞ്ജലിയുടെ പാരൻസ് കൊടുത്ത ആ ഒരു പൊതിക്കെട്ട് ഇങ്ങനെ എടുത്തിട്ട് അശോകോട് പറയും, മോൻ ഇതാ ഞാൻ നിന്നോട് ഇപ്പോഴും പറയാണ്, ഇത് നീ കൊണ്ടുപോയി പണയം വെക്കുകയോ വിൽക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയും. അപ്പം അശോക് പറയും, ഇല്ല അമ്മേ, അത് വേണ്ട, ഇത് അമ്മയുടെ ആകെയുള്ളൊരു പ്രതീക്ഷയാണ്, ഇത് ഒരിക്കലും ഞാൻ വിൽക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അമ്മയാണെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെ നിർബന്ധിച്ച് നോക്കും. അപ്പോൾ ആശ പറയും, ഇല്ല അമ്മേ വേണ്ട, അങ്ങനെ പറയണ്ടെന്ന് പറയും. അങ്ങനെ അമ്മ അത് എടുത്ത് വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സോജിയുടെ അമ്മയാണ് ഒരു കോഫിയെല്ലാം എടുത്തുകൊണ്ട് ഭരതിൻ്റെ അടുത്തേക്ക് സോപ്പിടാൻ വേണ്ടി വന്നിരിക്കുകയായിരിക്കും. അപ്പോൾ ഭരതാണെങ്കിൽ അത്രയും നേരം ഇങ്ങനെ ഒന്നും ചെയ്തിരിക്കുകയായിരിക്കും. പെട്ടെന്ന് അമ്മ ഇതാ മോനെ കോഫി കുടിക്കുന്നു പറയുമ്പോൾ വേഗം കമ്പ്യൂട്ടർ എടുത്ത് ഞാൻ അതിൽ ജോലി എന്ന് പോലെ കാണിക്കുകയാണ്. അപ്പം അമ്മ പറയും, മോനെ എനിക്കറിയാം ഞാൻ നിന്നോട് അങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു, പക്ഷെ ഞാൻ എന്തെയാണ് മോനെ, ഞാനൊരു അമ്മയല്ലേ, ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിരഞ്ജൻ ചേട്ടൻ എത്രത്തോളം തകർന്നിരിക്കുകയാണെന്ന് മോനക്ക് അറിയില്ലേ, സ്വന്തം മക്കളും കുടുംബവും എല്ലാം ഇങ്ങനെ വേർപിരിഞ്ഞ് പോകുന്നത് കാരണം ഒരു അച്ഛനും അമ്മയ്ക്കും കഴിയില്ല. ഇന്ന് അവർ ഓഫീസിലേക്കൊന്നും പോയിട്ടില്ല, ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല, അവർ ഏതൊക്കെ മൂലയിൽ പോയി ഇരിക്കുകയാണെങ്കിലും നോക്കി നിൽക്കുന്നത് വാതിലേക്കാണ്. ഏത് നിമിഷവും തൻ്റെ മകനെ ഇങ്ങോട്ട് വരുന്ന പ്രതീക്ഷയോടെയാണ് അവർ ഇരിക്കുന്നത്. സ്വന്തം മക്കൾ അച്ഛനമ്മമാരിൽ നിന്ന് വേർതിരിഞ്ഞ് പോവാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീയൊരു അച്ഛനല്ലേ മോനെ, അതുകൊണ്ട് കാവ്യമോൾ നിന്നിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അകന്ന് പോവാണെങ്കിൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ? അതന്നെ ഞാനും പറയുന്നത്. രഞ്ജൻ ചേട്ടന് ഇപ്പോഴും അവരുടെ മകന്റെ സഹായം ആവശ്യമുണ്ട്. അശോക് എന്തായാലും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഇനി മുതലെങ്കിലും അശോകിന്റെ പോലെ തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നീ ഏറ്റെടുക്കേണ്ടതാണ്. മോനെ കോഫി കുടിക്ക്, ഇത് തണുത്തു പോകും, എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പെട്ടെന്നാണ് നിന്നിട്ട് അമ്മ പറയാം, മോനെ സത്യമായിട്ടും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് നിന്നോട് ഞാനിങ്ങനെ ഉപദേശിച്ചത്. എന്തായാലും നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പോവും, അതിന്റെ മുൻപ് ഇതെല്ലാം നിന്നോട് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് പോവുക. വീട് കാണിക്കുന്നത് ആശയാണ്. ഒരു ചേച്ചി ഒരു സാധനം ചുമന്നുകൊണ്ട് ഒരു ഭാഗം പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ ആശ അവരെ രക്ഷിക്കും. അങ്ങനെ അവർ താങ്ക്സ് എല്ലാം പറഞ്ഞ് അവിടുന്ന് പോവും. അങ്ങനെ അശോക് പറയും, എന്നാ ഇനി വൈകാതെ തന്നെ ഞാൻ പോട്ടെ, എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുമെന്ന് നോക്കണം എന്ന് പറയും. അപ്പം അഞ്ജലി പറയും, അല്ല മോനെ നീ എന്ത് ജോലി ചെയ്യാനാണ് പോകുന്നത്? അപ്പം അശോക് പറയും, അതെനിക്ക് അറിയില്ല അമ്മേ, പക്ഷെ ഞാൻ MBA കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടാതിരിക്കില്ലല്ലോ, എന്തായാലും ഞാൻ നോക്കട്ടെ. പിന്നെ നിങ്ങളാരും എവിടെ എങ്ങോട്ടും പോകാൻ പാടില്ല, ഞാൻ ജോലി എന്തെങ്കിലും അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് തന്നെയായിരിക്കും വരുന്നത്, അപ്പോൾ നിങ്ങളിവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ടെൻഷനാവും, അപ്പോൾ ഞാൻ പോട്ടെ എന്നാന്ന് പറഞ്ഞേ അഞ്ജലിയുടെ അനുഗ്രഹമൊക്കെ മേടിക്കും. അങ്ങനെ അഞ്ജലി ഇങ്ങനെ എപ്പോഴും നിന്റെ കൂടെ ദൈവമുണ്ട് മോനെ എന്നൊക്കെ പറയും. അങ്ങനെ ആശ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പറയായിരിക്കും, നീ അമ്മയെ നോക്കണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ ആശ പറയും, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ആശ ഇങ്ങനെ വിഷ് ചെയ്ത് അശോകിനെ ഇങ്ങനെ പറഞ്ഞേക്കും. അങ്ങനെ അശോക് അവിടെ നിന്ന് ഇങ്ങനെ ആ തിരക്കിലൂടെ അങ്ങനെ അശോക് ഇങ്ങനെ പോകുന്നത് നോക്കി ഇങ്ങനെ അഞ്ജലി ആശ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ഇങ്ങനെ അശോക് പോകുന്നത് നോക്കി ഞാൻ നിൽക്കുകയായിരിക്കും ആശയും അമ്മയും. അപ്പോൾ അഞ്ജലി ആശയോട് പറയും, അശോക് വളരെ കഴിവുള്ളവനാണെന്ന് എനിക്കറിയാം, പക്ഷേ എത്ര കഴിവുണ്ടായാലും അങ്ങനെ ജോലി വേഗം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും നാൾ അവൻ വിചാരിച്ചതെല്ലാം അവനെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സാറാണ് എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള അവന് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ജോലി നേടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അവനെങ്ങനെ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുക എനിക്ക് അറിയില്ല എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പം ആശ പറയും, അമ്മേ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഒരാൾ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പാടില്ല. എനിക്ക് അശോകിനെ നല്ല വിശ്വാസമുണ്ട്. നമ്മൾ അശോകിന്റെ കൂടെ തന്നെ നിന്ന് പിന്തുണ കൊടുത്താൽ മതി, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ധൈര്യം അശോകിന് അങ്ങനെ ലഭിച്ചോളൂ. അതെല്ലാം വിടമേ, നമുക്കിത് അപ്പുറത്തൊന്ന് നടന്നിട്ട് വരാം, ഇതിനെ ആലോചിച്ചിട്ടൊന്നും ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ അമ്മയെ കൊണ്ട് ഇങ്ങനെ പോവായിരിക്കും.
പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനെയാണ്. നിരഞ്ജൻ ഫോണിൽ എന്തോ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പോൾ അതെല്ലാം കണ്ടോട്ട് ഭരത് അങ്ങോട്ട് വരുന്നുണ്ടാവും. ഭരതിന്റെ കയ്യിൽ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാവും. അങ്ങനെ ഭരത് അച്ഛനോട് പറയും, ഇതാ അച്ഛാ, ഇത് കുടിക്കുക. ഇതുവരെ ഏട്ടധികം ഒന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ വിഷന്നിരിക്കുന്ന ശരീരത്തിന് നല്ലതല്ല, അതുകൊണ്ട് ഈ ജ്യൂസ് കുടിക്കുന്നു പറയും. അപ്പോഴാണെങ്കിൽ അച്ഛൻ വേണ്ട, എനിക്കൊന്നും കുടിക്കാൻ തോന്നുന്നില്ല എന്ന് പറയും. അപ്പം ഭരത് വീണ്ടും പറഞ്ഞു നോക്കും. പക്ഷെ അപ്പം അച്ഛൻ വേണ്ടാന്ന് പറയും. അപ്പോൾ ഭരത് ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് പറയും, ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ അവസ്ഥയൊക്കെ വളരെ മോശമാവും. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, വാ നമുക്കത് കഴിക്കാന്ന് പറയും. അപ്പൊ അച്ഛൻ പറയും, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും കഴിക്കണ്ടെന്ന്, നീ പോയി കഴിച്ചു എന്ന് പറയും. അപ്പൊ ഭരതാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവും. നിരഞ്ജൻ അശോകിന്റെ ഫോട്ടോ നോക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നു. നിരഞ്ജനിയുടെ മനസ്സിൽ പറയും, എനിക്ക് ഉറപ്പുണ്ട് അശോക്, നിനക്ക് ഒരിക്കലും ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്തായാലും നിനക്ക് എൻ്റെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ദിവസം നീ എൻ്റെ അടുത്തേക്ക് തിരിച്ച് വന്നിരിക്കുമോനെന്ന് പറയും. അതോടുകൂടി നമ്മുടെ 340ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.